ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ ചക്ക വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു 4 മണി പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒത്തിരി ടേസ്റ്റാണ്. അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നന്നായി പഴുത്ത വരിക്കച്ചക്ക ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഒരു 1/4 കപ്പോളം ശർക്കരയാണ്, ശർക്കര പൊടിച്ചത്. അതുകൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നമുക്ക് അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയും അതിൻ്റെ കൂടെ 1 കപ്പ് അവൽ കൂടെ എടുത്തിട്ടുണ്ട്. ഏത് അവലായാലും വെള്ള അവലായാലും ചുമന്ന അവലായാലും കുഴപ്പമില്ല. അപ്പോൾ 1 കപ്പ് അവൽ കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്കയുടെ കുരു കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പൊടിച്ച് വെച്ച പൊടിയെല്ലാം കൂടെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാവേ. ആ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. ആദ്യം ഒരു പകുതി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ബാക്കിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു പരുവത്തിലാണ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതോടൊന്ന് വറുത്ത് കോരി എടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ചക്കയിൽ ഒരുപാട് വെള്ളമയം ഉണ്ടാവുമല്ലോ, ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി ചക്കയൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരത്തക്ക രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങയും ചക്കയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴം അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഴവും ഇതെല്ലാം കൂടെ ഒന്ന് വെന്തുടഞ്ഞ് വരത്തക്ക രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് നോക്കാം. അത് റവ ആയതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായി പോകേണ്ട, ചെറിയ ഒരു പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ ലൂസാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചക്കയും പഴവും തേങ്ങ എല്ലാം കൂടെ ചേർത്ത മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു നമ്മുടെ വാഴയില വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗം നമ്മളിങ്ങനെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊരു ഗ്ലാസ്സിൽ വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം വരെ നമുക്ക് ഒന്ന് മാവ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ, അതൊന്ന് നമുക്ക് ഫില്ലാക്കി എടുക്കാം. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇതും കൂടെ ആയതുകൊണ്ടാണ് പാട്. അപ്പോൾ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗം നമുക്കൊന്ന് കെട്ടിയെടുക്കാം. ഇത് വാഴവള്ളി കൊണ്ട് തന്നെയാണ് കെട്ടി വെക്കുന്നത്. വാഴയിലയും വാഴവള്ളിയും കൊണ്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കെട്ടിയെടുക്കാം. എനിക്കിവിടെ ഒരു 3 റോളാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം 10-15 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന്
ഇത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇലയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇലയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ളതാണ്. അതുപോലെ ഒത്തിരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക്